Thank you, sir, for those motivating words. We are honored by the presence of our esteemed guest of honor, Sergeant Surya, sir. ഒരു സെലിബ്രിറ്റി എന്നതിനപ്പുറം സാറിനെ അറിയുന്ന, ഈ ഹോസ്പിറ്റലിനെ അറിയുന്ന ഒരാൾ വേണം എന്ന ഞങ്ങളുടെ ചിന്തയിൽ നിന്നാണ് ശ്രീ സാജൻ സൂര്യ സാറിൻ്റെ പേരാണ് ആദ്യം ഓർമ്മയിൽ വന്നത്. വി വെൽക്കം യു ടു അഡ്രസ് ദ ഗ്യാതറിംഗ്, സർ. ഏറ്റവും ബഹുമാന്യനായ അധ്യക്ഷൻ, ഉദ്ഘാടകൻ പുറ്റൂർ രാധാകൃഷ്ണൻ സാർ, ഏറ്റവും ബഹുമാന്യനായ, എനിക്ക് ദൈവതുല്യനായ ഡോക്ടർ ജി വിജയകുമാർ ഡോക്ടർ, അദ്ദേഹത്തിൻ്റെ കുടുംബം എന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാവരും ഉൾപ്പെടും. എന്നിരുന്നാലും ഇവിടുത്തെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, വേദിയിലിരിക്കുന്ന, സദസ്സിലിരിക്കുന്ന ഏറ്റവും ബഹുമാന്യരെ, ചില വേദികൾ നമുക്കൊരിക്കലും മിസ് ചെയ്യരുതെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ഞായറാഴ്ചകൾ വീട്ടിലിരിക്കുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പരിപാടിക്ക് വിളിച്ചു കഴിഞ്ഞാൽ എങ്ങനെ അത് ഒഴിവാക്കാം എന്നാണ് ആദ്യത്തെ ഒരു ചിന്ത. പക്ഷേ രാജേഷ് സാർ ഇവിടെ ഈ പ്രോഗ്രാമിനെ വിളിക്കുമ്പോൾ നിർബന്ധമായും വരണമെന്ന് മനസ്സ് പറഞ്ഞ് എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചതാണ്. നമുക്കെപ്പോഴും നമ്മുടെ ജീവിതത്തിനെ പരിപോഷിപ്പിച്ച, അല്ലെങ്കിൽ ആ ജീവിതത്തിൻ്റെ ഭാഗമായവരോട് എപ്പോഴും നമുക്ക് ഒരു ബഹുമാനവും ആ ഒരു സ്ഥലത്തോട് ഒരു വല്ലാത്ത ഇഷ്ടവും സ്നേഹവും ഒക്കെ ഉണ്ടാവും. ഞാൻ എപ്പോഴും ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്, ഭഗവാനെ എനിക്കും എൻ്റെ കുടുംബത്തിലുള്ളവർക്കും ഈ ലോകത്തിലുള്ളവർക്കും എല്ലാം നല്ല ആരോഗ്യം തരണേ എന്നാണ്. കാരണം നമുക്ക് നല്ല ആരോഗ്യമുണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ബാക്കിയെല്ലാം നമുക്ക് നേടാൻ കഴിയും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ആദ്യം നമുക്ക് ആരോഗ്യം ക്ഷയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ഘട്ടം ഘട്ടമായിട്ട് ജീവിതത്തിൻ്റെ പല ദുരിതങ്ങളും ദുരനുഭവങ്ങളും ഒക്കെ വന്ന് ചേർന്ന് നമ്മുടെ ജീവിതം ദുസ്സഹമാകുന്ന കാഴ്ചകളാണ് നമ്മൾ എപ്പോഴും കണ്ടിട്ടുള്ളതും, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ കാഴ്ച കണ്ടിട്ടുള്ളതെല്ലാം അതാണ്. ഞാൻ സാറ് നേരത്തെ പറഞ്ഞ പോലെ ഞാനും തീർച്ചയായിട്ടും ഈ കുടുംബത്തിലെ ഒരംഗം തന്നെയാണ്. ഒരംഗമാകാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. കൂടെ കൂട്ടിക്കഴിഞ്ഞ് ഞാൻ കൂടെ കൂടുന്ന ഒരാളാണ് സന്തോഷത്തോടെ. ഞാനെപ്പോഴും കുളനാട് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിനെ കുറിച്ച് ആരെങ്കിലും ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ ഞാൻ പറയും, ഇതൊരു ഹോസ്പിറ്റലല്ല, ഇതൊരു സ്റ്റേറ്റ്മെൻറ്റാണ്, ഇതൊരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിലേക്ക് വരിക, പ്രാർത്ഥിക്കുക, വരം വാങ്ങിക്കുക, തിരിച്ച് വീട്ടിൽ പോയിക്കൊള്ളുക, അത് നടന്നിരിക്കും. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് എപ്പോഴും എനിക്ക് ഡോക്ടറെക്കുറിച്ചും ഈ ഹോസ്പിറ്റലിനെ കുറിച്ചും ഉള്ളത്. എൻ്റെ അനുഭവം, എനിക്കൊരു പ്രസംഗിക്കാൻ ഞാൻ മുതിരുന്നില്ല, പക്ഷേ എൻ്റെ അനുഭവം മാത്രം ഞാനിവിടെ പറഞ്ഞുകൊള്ളട്ടെ. ചിലപ്പം ഇവിടെ ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും. എൻ്റെ വൈഫിന് വളരെ സീരിയസ് ആയിട്ട് ഇങ്ങനെ വെയിറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ആകെ ടെൻസ്ഡായി, എന്താണ് കാര്യമെന്ന് അറിയില്ല. അപ്പോൾ ആദ്യം ഒരു ഫിസിഷ്യനെ കൊണ്ട് കാണിച്ചപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു, ഡയബറ്റിക്സ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അത് ടെസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ വളരെ സീരിയസ് ആയിട്ട് ഉള്ള ഡയബറ്റിക്കായി എൻ്റെ വൈഫ്. നല്ല വെയിറ്റ് കുറഞ്ഞു. ആൾ കാണുന്നതിനേക്കാളും വളരെ സ്ഥിരമായി ഡാൻസ് കളിക്കുമായിരുന്നു. ഡാൻസ് കളിക്കാൻ പറ്റുന്നൊരു ആരോഗ്യവും ഇല്ല. ആൾ ക്ഷയിച്ച് വല്ലാത്തൊരവസ്ഥയിലായി. ഞാൻ ശരിക്കും നമ്മുടെ ഫുൾ കൺട്രോൾ അതായത് നമ്മൾ ഡയബറ്റിക് ആവുന്നു എന്ന് പറയുമ്പോൾ ഞാൻ കേട്ടിട്ടുള്ളത് ഡയബറ്റിക്സും അല്ലെങ്കിൽ BP വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള രോഗങ്ങളെല്ലാം പിറകെ പടിപടിയായിട്ട് വരുമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്, മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാനസികമായി ഞങ്ങൾ രണ്ടുപേരും ഭയങ്കരമായിട്ട് തകർന്നു. കാരണം ഭയങ്കരമായി ഡയബറ്റിക്സ് അവൾക്ക് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ തിരുവനന്തപുരത്ത് ആദ്യം നമ്മൾ കാണിക്കുന്ന ഏറ്റവും വലിയ മണ്ടത്തരമാണ്, ആദ്യം ഗൂഗിൾ എടുത്ത് സെർച്ച് ചെയ്യും. ആരാണ് തിരുവനന്തപുരത്തെ, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് കൊണ്ട് കാണിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥാപനം ഏതാണ്, ഏറ്റവും നല്ല ഡോക്ടർ ഏതാണെന്ന് നമ്മൾ ആദ്യം ഗൂഗിളിനടുത്ത് ചോദിക്കും. അങ്ങനെ തിരുവനന്തപുരത്തുള്ള ഒരു സ്ഥാപനം, അത് തിരുവനന്തപുരത്തുള്ളതല്ല, നോർത്ത് ഇന്ത്യയിലുള്ള ഒരു സ്ഥാപനമാണ്, ഒരു വലിയ സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിനെക്കുറിച്ച് നല്ല 5 സ്റ്റാർ റേറ്റിംഗ് ആണ്. അതുകൂടാതെ ആ ഡോക്ടർ ഡയബറ്റിക്സിനെ കുറിച്ച് ഭയങ്കര മോട്ടിവേഷണൽ സ്പീക്കറാണ്. ഇതിനെക്കുറിച്ച് ഒരുപാട് സംസാരിക്കുന്ന ഒരാളാണ്. അവരുടെ വീഡിയോസൊക്കെ അന്ന് ഒരു ദിവസം കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഒരു 10-15 വീഡിയോ മൊത്തം ഇരുന്ന് കണ്ടു.
അപ്പോൾ നമുക്ക് ട്രസ്റ്റായി അവിടെ പോവാം എന്ന രീതിയിൽ അവിടെ ചെന്നു. ഡോക്ടറെ കണ്ടു, പറഞ്ഞ് പ്രശ്നമാണ്, എന്തായാലും ഇനി ഞങ്ങളുടെ ജീവിത അവസാനം വരെ വൈഫ് ഡയബറ്റിക്സിന് അടിമയാണ്, ഇഞ്ചക്ഷൻ എടുത്തു തുടങ്ങുക, മരുന്ന് എടുത്തു തുടങ്ങുക, ജീവിതശൈലി മൊത്തം മാറ്റുക. അപ്പോൾ ജീവിതത്തിൻ്റെ മൊത്തം താറുമാറായി എന്നുള്ള കടുത്ത മാനസിക സമ്മർദ്ദത്തിൽ ഞങ്ങൾ അവിടെ നിന്ന് മരുന്ന് വാങ്ങി, ഇഞ്ചക്ഷൻ എടുക്കാനുള്ള ഉപകരണങ്ങളൊക്കെ വാങ്ങി, അവിടെ നിന്ന് തന്നെ ഒരുപാട് കാര്യങ്ങൾ വാങ്ങി ഞാൻ വീട്ടിലേക്ക് പോയി. ഭയങ്കര അസ്വസ്ഥനായി ഇരിക്കുമ്പോഴാണ് കിഷോർ സത്യ എന്ന് പറയുന്ന എൻ്റെ സുഹൃത്ത് വിളിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഇവിടെ തൊട്ടടുത്ത് തിരുവല്ലയിലാണ് താമസം. അപ്പോൾ ഇവിടെ വർഷങ്ങളായിട്ട് വരുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആകെ ജീവിതം താറുമാറായി, കുളമായി, ഇങ്ങനെ ഇരിക്കുകയാണ്, മാനസികമായിട്ട് ഒട്ടും ഇതില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്യ സാജ, ഒന്ന് ഇവിടെ കുളനട ഇതേപോലത്തെ ഒരു ഹോസ്പിറ്റലുണ്ട്, ഡോക്ടർ ജി വിജയകുമാർ, അദ്ദേഹത്തിനെ പോയി ഒന്ന് കാണിച്ചതിന് ശേഷം നിങ്ങൾ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടതെന്ന് ആലോചിക്കുക. അതിനുശേഷം അവിടെ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് തിരുവനന്തപുരത്താണ് അതിന് സൗകര്യം എന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ മനസ്സോടെ ഞാനത് എഗ്രി ചെയ്തു. ഞാൻ എന്നിട്ട് ഡോക്ടറെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞ ധൈര്യമായിട്ട് അവിടെ പോകണം, അവിടെ പോയതിന് ശേഷം മാത്രം നിങ്ങൾ മറ്റൊരു തീരുമാനം എടുക്കാവൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്ന് ഡോക്ടറെ കണ്ടു. ഒട്ടും വിശ്വാസത്തിലൊന്നുമല്ല, എല്ലാവരും പറഞ്ഞൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിലും എന്തായാലും രോഗിയാണ്, ഇനി അങ്ങോട്ട് ട്രീറ്റ്മെൻറ്റ് വേണം എന്നുള്ള രീതിയിൽ ഇവിടെ വന്ന് ഡോക്ടറെ കണ്ട് ആദ്യം ഡോക്ടർ എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കി. തൊട്ട് മുമ്പ് കോവിഡ് വന്നിട്ടുണ്ടെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി. കോവിഡ് വന്ന് എൻ്റെ മകൾ ഇളയ ആൾ ആഫ്റ്റർ കോവിഡ് വന്നിട്ട് ഒരുപാട് ബാധിച്ച് അവൾ ICUവിലൊക്കെ കുറേ നാൾ കിടന്നു. ഈ കഥകളൊക്കെ പറഞ്ഞു. അപ്പോൾ ഒന്നിനും ആരോഗ്യമില്ലാത്ത ഒരവസ്ഥയിലാണെന്ന് ഡോക്ടർ പറഞ്ഞു ഒരു കാര്യം ചെയ്യ്, ആദ്യം ഇത് മാറാൻ വേണ്ടി കുറയാൻ വേണ്ടിയിട്ടുള്ള ചെറിയ 1-2 ടാബ്ലറ്റ്സ് കഴിക്കുക. എൻ്റെ മനസ്സിൽ ഡോക്ടർ പറഞ്ഞത്, എനിക്ക് തോന്നുന്നത് ഇത് കോവിഡിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടുള്ളൊരു വന്നൊരു പ്രതിഭാസമാണ് നമ്മുടെ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് നോക്കിയതിന് ശേഷം നമുക്ക് ഡയബറ്റിക് ആണോ ഇല്ലേ എന്നുള്ളത് നമുക്ക് പിന്നെ പറയാം എന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ മനസ്സിൽ വല്ലാത്ത പൂത്തിരി കത്തി. അദ്ദേഹം അത് കഴിഞ്ഞ് രണ്ടാമത് ടെസ്റ്റുകളെല്ലാം കഴിഞ്ഞ് ഒരിക്കൽ കൂടെ വരാൻ പറഞ്ഞു. രണ്ടാമത് വന്നപ്പോൾ അത് പൂർണ്ണമായും ക്രമീകരിക്കുന്ന ഒരവസ്ഥയിലായി. അത് കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു, ഇത് കോവിഡ് കൊണ്ട് വന്നതാണെന്ന് ഉറപ്പാണ്, നിങ്ങൾക്ക് ഡയബറ്റിക്സ് ഇല്ല, ധൈര്യമായി നിങ്ങളുടെ ജീവിതത്തിൽ ബാക്കി കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുക, വർക്കൗട്ട് ചെയ്യുക, എക്സസൈസ് ചെയ്യുക, ഭക്ഷണം ആദ്യം കുറച്ച് നാൾ ക്രമീകരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇവിടെ നിന്ന് വിട്ടു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇനി എന്നാണ് ഇങ്ങോട്ട് വരേണ്ടത്? ഇങ്ങോട്ട് വരേ വേണ്ടെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ അതിന് ശേഷമാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും നമ്മൾ ഡോക്ടേഴ്സിനെ കാണുന്നത് എപ്പോഴും ദൈവതുല്യരായിട്ടാണ്. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ 2 ദൈവങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഒന്ന്, വൈഫിൻ്റെ ഒരു കാര്യത്തിൽ തന്നെ ലേക്ക് ഷോർ ഹോസ്പിറ്റലിലെ ഡോക്ടർ H. രമേശ്, ഒരു ഗ്യാസ്ട്രോ സർജനാണ് അദ്ദേഹം. അതുപോലെ തന്നെയാണ് ഡോക്ടർ വിജയകുമാർ സാർ. 2 പേരും നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്നുമില്ല, എല്ലാം തീർന്നു എന്ന് പറയുന്ന ഒരവസ്ഥയിൽ നിന്ന്, അതായത് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട ഒരു സ്ഥലത്ത് നിന്നും നിങ്ങളുടെ ജീവിതത്തിൽ കോമയായിട്ടുള്ളൂ, ബാക്കി നിങ്ങളുടെ ജീവിതം തുടരാനുള്ളതാണ് എന്ന് പറഞ്ഞ 2 വ്യക്തികളാണ് എൻ്റെ ജീവിതത്തിലുള്ളത്. അതിലൊന്ന് ഡോക്ടർ വിജയകുമാർ സാറാണ്. ഞാൻ ഇങ്ങോട്ട് വരുമ്പം തന്നെ രാജേഷ് സാറ് നിരന്തരം ഇവിടെ വന്നു പോയതിന് ശേഷം അദ്ദേഹം എൻ്റെ പല കാര്യങ്ങളിലായാലും ശരി, അല്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളാണെങ്കിൽ ശരി, എപ്പോഴും പല കാര്യങ്ങളും എനിക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ അപ് ടു ഡേറ്റ് ആയിട്ട് എനിക്ക് അറിയാമായിരുന്നു. അപ്പോൾ ഇതിന് വിളിക്കുന്നതും ഈ കാര്യത്തിന് ഇവിടെ കൊണ്ട് എത്തിച്ച് ഇവിടെ ഇരുത്തുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം ഏറ്റെടുത്ത് അതിഭംഗിയായിട്ട് നടത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ഇന്ന് ഈ ചടങ്ങിൽ ഇവിടെ പങ്കെടുക്കുക എന്ന് പറയുന്നത് എൻ്റെ കുടുംബത്തിൽ എൻ്റെ ജീവിതം തിരിച്ച് എനിക്ക് പരിപോഷിപ്പിച്ച് പഴയ അർത്ഥത്തിൽ തന്നെ തിരിച്ച് തന്ന ഒരു സ്ഥലത്തിൽ എൻ്റെ കുടുംബത്തിലേക്ക് വന്ന ഒരു പ്രതീതിയാണ് ഇന്നിവിടെ നിൽക്കുമ്പോൾ എനിക്കുള്ളത്. അതുകൊണ്ട് തന്നെ
ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഡോക്ടറെ അടുത്ത് ഇരിക്കാനൊരു ഒരു അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇരിക്കാൻ എനിക്കൊരു അവസരം കിട്ടിയത് തന്നെ ഏറ്റവും വലിയ ഒരു ഭാഗ്യമായി ഞാൻ കരുതട്ടെ. ഇങ്ങോട്ട് വന്ന സമയത്ത് തന്നെ ഞാൻ രാജേഷ് സാറിൻ്റെ അടുത്ത് ചോദിക്കുകയായിരുന്നു. ഞാൻ ഇങ്ങോട്ട് വന്ന സമയത്ത് ഒരുപാട് ഹോസ്പിറ്റലുകളുടെ പരസ്യങ്ങൾ കണ്ടിരുന്നു. അപ്പം ഞാൻ എവിടെയൊക്കെയോ നമ്മൾ വായിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഹോസ്പിറ്റലുകൾക്കൊന്നും പരസ്യം ചെയ്യാനുള്ള അവകാശമില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് വരെ ജീവിതത്തിൽ ഞാനത് കണ്ടിട്ടില്ല. ഈ ഒരൊറ്റ ഹോസ്പിറ്റൽ, ഞാൻ ഇങ്ങോട്ട് വന്ന സമയത്ത് എല്ലാ സ്ഥലത്തും നോക്കി ഒരൊറ്റ ബോർഡെങ്കിലും ഉണ്ടോയെന്ന്. ഒരു സ്ഥലത്തും ഒരു ബോർഡുമില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം മൗത്ത് പബ്ലിസിറ്റി അല്ലെങ്കിൽ നമ്മുടെ അനുഭവമാണ് അതിൻ്റെ പരസ്യമെന്ന് പറയുന്നത്. അതിൽ പൂർണ്ണമായ അർത്ഥത്തിൽ ഞാൻ കണ്ടത് ഈ കുളനട മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ മാത്രമാണ്. ഈ കേരളത്തിൽ വേറെ ഒരു സ്ഥലവുമില്ല. എന്നും എപ്പോഴും ഇവിടുത്തെ രോഗികൾക്ക്, ഇവിടെ വരുന്ന ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വരുന്നവർക്ക് എന്നും ഇതൊരു ദൈവതുല്യമായ സ്ഥാപനമായി, ഒരു ക്ഷേത്രമായി, ആതുരാലയമായി തന്നെ അവരുടെ മനസ്സിൽ നിൽക്കട്ടെ എന്ന് ഈ 40ാമത്തെ വാർഷികത്തിൽ ഇവിടെ വന്ന് നിങ്ങളെയൊക്കെ കാണാനും ഈ 2 വാക്ക് എൻ്റെ അനുഭവങ്ങൾ പങ്കിടാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഈ കുടുംബത്തിലെ അംഗത്തെ പോലെ തന്നെ എപ്പോഴും, ഈ 40ാമത്തെ പ്രാവശ്യമല്ല, എപ്പോഴും ഈ കുടുംബത്തിലെ അംഗത്തെ പോലെ തന്നെ എനിക്ക് ഇവിടെ വരാൻ സാധിക്കട്ടെ, ഈ ഒരു കൂട്ടായ്മയിൽ കൂടാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ ഫോർ ദാറ്റ് ഹാർട്ട് ഫെൽറ്റ് മെസ്സേജ്. അടുത്തതായി ഒരു അനൗൺസ്മെൻ്റ് ആണ്. 40ാം വാർഷികത്തിൻ്റെ ഭാഗമായി കനിവ് എന്ന ഓർമ്മ പുസ്തകത്തെ അവതരിപ്പിക്കുന്നതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. ഇതൊരു സാധാരണ സ്മരണികയല്ല. 4 ദശാബ്ദങ്ങളായി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ ആൻഡ് ഡയബറ്റിസ് കെയർ സെൻറ്റർ നടന്നുപോയ യാത്രയുടെ ഓർമ്മകളും മൂല്യങ്ങളും ചേർന്ന ഹൃദയസ്പർശിയായ ഒരു ഓർമ്മ പുസ്തകമാണ്. ഈ ഓർമ്മ പുസ്തകം ഔദ്യോഗികമായി പ്രകാശനം ചെയ്യാൻ ശ്രീ സാജൻ സൂര്യ സാറിനെ ക്ഷണിക്കുന്നു. ഏറ്റുവാങ്ങാനായി ശ്രീ ഡോക്ടർ ജേക്കബ് സാറിനെയും ക്ഷണിക്കുന്നു. ഇന്ന് മുഖചിത്രം മാത്രമാണ് നമ്മൾ പ്രകാശിപ്പിക്കുന്നത്. ഓഗസ്റ്റ് 22-ാം തീയതി, അതായത് ഹോസ്പിറ്റൽ പുതിയ കെട്ടിടത്തിലേക്ക് മാറി 36 വർഷങ്ങൾക്ക് മുൻപ് പുതിയ കെട്ടിടത്തേക്ക് മാറിയ ദിവസമാണ്. അന്നാണ് പൂർണ്ണമായി പുസ്തകം പ്രകാശനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ മുഖചിത്രം നമ്മുടെ കഴിഞ്ഞ കാലത്തോടുള്ള ആദരവും ഇന്നിൻ്റെ ആഘോഷവും നാളെയിലേക്കുള്ള ഒരു വാഗ്ദാനവുമാണ്. Thank you so much, sir.